നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് എനിക്ക് കുറച്ച് ഫ്രഷ് കൊറിയർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു അൺബോക്സിങ് വീഡിയോസ് നോക്കാം. കുറച്ച് എന്തായാലും ഞാനത് പൊട്ടിച്ച് മണക്കാൻ പോകും. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ടുള്ളത് വെർസാഷെ ലോം എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻസ് ആണ്. ഈ വെർസാഷെ ലോം നമ്മുടെ ഒരു ഈ വൺ മാൻ ഷോ എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ നാട്ടിലെല്ലാവരും ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ വൺ മാൻ ഷോയുടെ ഒരു ഒരു ഒറിജിനൽ ഫ്രാഗ്രൻസ് ഇതാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ വൺ മാൻ ഷോ മണത്തിട്ട് എനിക്ക് പണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഗൾഫിൽ പോയിരിക്കുന്നവരെ കൊണ്ട് തരുമായിരുന്നു. ഇതാണ് സാധനം. ഇത് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത്. ഏതാണ്ട് അതുപോലൊക്കെ അതുപോലൊരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ് മണക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട വൺ മാൻ ഷോ ആണ് ഇതിനേക്കാളും. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഇതിൻ്റെ ലോഞ്ചിവിറ്റിയും പ്രൊജക്ഷനും ഒക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ അതാണ്. വലിയ വിലയൊന്നുമില്ല, ഒരു 3500 രൂപയ്ക്കൊക്കെ കിട്ടും ഈ സാധനം. ഇതൊരു അല്പം പഴയ ഫ്രാഗ്രൻസ് ആണ്. കണ്ടമാനം നോട്ട്സ് ഉണ്ട്. ഞാനിത് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയായിരുന്നു. മേളിൽ ടോപ്പ് നോട്ടിൽ ഓറഞ്ച്, ബെർഗമോണ്ട് സാധനങ്ങളൊക്കെ, സിട്രസ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ എന്തൊക്കെയോ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇച്ചിരി പഴയ ഫ്രാഗ്രൻസിൻ്റെ എല്ലാം ഫ്രാഗ്രൻറ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടമാനം നോട്ട്സ് ഇങ്ങനെ ഉണ്ടാവും. മിഡിൽ നോട്ട്സൊക്കെ ഒരു 10-20 എണ്ണമൊക്കെ കാണും. ഇപ്പോഴും ഉണ്ടാകുമായിരിക്കും. ചിലപ്പോൾ ഈ ക്ലോണുകാരെ പേടിച്ചിട്ട് അവരത് പുറത്ത് വിടാത്തതായിരിക്കും. എന്തായാലും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതാണ് ഇത്. പിന്നെ അടുത്തത് ഞാനൊരു അല്പം ആക്രാന്തം കയറി ഒന്ന് പൊട്ടിച്ച് മണത്തായിരുന്നു. ഇത് കതിലാജ് എന്ന് പറഞ്ഞൊരു മിഡിൽ ഈസ്റ്റേൺ ക്ലോൺ ബ്രാൻഡാണ് ഈ കതിലാജ്. നല്ല ബ്രാൻഡാണ് കേട്ടോ, അത്യാവശ്യം പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലൂയി വിറ്റൺ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ലൂയി വിറ്റൻ്റെ ഒരു നല്ല പെർഫ്യൂമാണ്. എൻ്റെ കയ്യിൽ ഇവിടെ ഇരിപ്പില്ല, ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പം ഞാനത് റിവ്യൂ ചെയ്തോളാം പതിയെ. അതിൻ്റെ ഒരു ക്ലോണാണിത്. അപ്പോൾ നമ്മളിത് ഇത് മുതലാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കേരളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ മണം നിൽക്കുന്ന സാധനമാണ്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഇതൊരു മുതലായിരിക്കും. അതായത് ഭയങ്കര ഫ്രഷ് സിട്രസി അക്വാട്ടിക് സാധനമാണ് ഇത്. അക്വാട്ടിക് സിട്രസി, അതായത് നാരങ്ങയും ഈ ബീച്ചിൻ്റെയും ഈ വെള്ളത്തിൻ്റെയൊക്കെ വൈബും കൂടെ ചേർന്ന ഒരു നല്ല ഫ്രഷ് സ്മെല്ലായത്. ഇത് നിൽക്കുവാണെങ്കിൽ മുതലായിരിക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ ലോഞ്ചിവിറ്റി എത്രമാത്രം ഇത് നിൽക്കുന്നുണ്ട്, ഇത് എന്തോരം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലുള്ള വീഡിയോ പുറകെ ഇടാം കേട്ടോ. ഇതായിരുന്നു ആ ബോക്സ്. അത്യാവശ്യം ഞാൻ കാണിക്കുന്നത് ആരെങ്കിലും കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബോക്സിനകത്താണ് വന്നത്. ഇതിങ്ങനെ വെക്കാനായിട്ട് ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട്. ഇവന്മാർ ഭയങ്കര രാജകീയമായിട്ടാണ് ബോക്സൊക്കെ ഉണ്ടാക്കി വിടുക, ഈ മിഡിൽ ഈസ്റ്റേൺ ക്ലോൺ ബ്രാൻഡ്സ്. അതാണ് കതിലാജ്. പിന്നെ വന്നിരിക്കുന്നത് ലക്കോസ്റ്റയുടെ മാച്ച് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു 50 മില്ലി. ഞാനിത് എന്തുവാണെന്ന് നോക്കിയത്, ഞാനിങ്ങനെ പെർഫ്യൂം സെർച്ച് ചെയ്ത് ഒരു വെബ്സൈറ്റിൽ കയറിയപ്പം അവിടെ കിടക്കുന്നുണ്ട്. ഇതൊരു ഗ്രീൻ ഫ്രാഗ്രൻസ് ആണെന്നാണ് കണ്ടത്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാച്ച് പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ലക്കോസ്റ്റ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ചെറിയൊരു ബോട്ടിലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, 50 മില്ലിയുടെ. നല്ലതാണെങ്കിൽ പിന്നെ വാങ്ങിച്ചാൽ മതിയെന്ന് വിചാരിച്ചു. കിടിലൻ കേട്ടോ ഓപ്പണിങ്. നമ്മുടെ കേരളത്തിന് പറ്റിയ സാധനമാണ്. ഇതും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലക്കോസ്റ്റ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ഫ്രഷ്നെസ് ഉള്ളൊരു ഫ്രാഗ്രൻസ് കേട്ടോ. ഓഫീസ് സേഫാണ്, ഓഫീസിന് പറ്റിയ സാധനം ഇത്. ഞാൻ ഇതിൻ്റെ ഡ്രൈ ഡൗണൊക്കെ എക്സാമിൻ ചെയ്തിട്ട് നല്ലതാണോ എന്നുള്ളൊരു വീഡിയോ പിന്നീട് ഇടാവേ. ലക്കോസ്റ്റ് മാച്ച് പോയിൻ്റ്. ഇനി അടുത്തത്
ഇതെല്ലാവർക്കും പരിചയമുള്ള സാധനം, ടെർഡി എർമിസിൻ്റെ ഇവരുടെ ഇൻറ്റൻസ് വെറ്റിവർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതെൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പം ഞാനത് ഇപ്പം വാങ്ങിച്ചതേ ഉള്ളൂ. ബാക്കി ഫ്ലാങ്കേഴ്സ് എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ വെറ്റിവർ ഇൻറ്റൻസ് മാത്രമേ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതിപ്പം ഇച്ചിരി ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു 200 ml നല്ല ഡിസ്കൗണ്ട് ഇട്ട് അവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചേക്കാമല്ലോ എന്ന് വിചാരിച്ചു. വലിയൊരു ബോട്ടിൽ തന്നെയുണ്ട് കണ്ടോ, 200 ml ആണ് ഇത്. ഇതിങ്ങനെയായി ടെറിഡെർമസിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. ആ ഒരു ക്രിസ്പി ഡയർട്ടി ലെമൺ വൈബുണ്ട്. ടെറിഡെർമിസിൻ്റെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത് അതാണ്, ഒരു ക്രിസ്പി ഡയർട്ടി ലെമൺ വൈബ്. അതിപ്പം എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അല്പം ഒരു നാരങ്ങയാണ്, പക്ഷേങ്കിൽ ഒരിച്ചിരി ഒരു സ്മോക്ക് കൊടുത്തൊരു നാരങ്ങ. ആ ഒരു വൈബാണ് ഈ ടെറിഡെർമിസിൻ്റെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിൽ വെറ്റിവർ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതാണ് ആ ഫ്രാഗ്രൻസിൻ്റെ ഒരു DNA, ഒരു ജീൻ എന്ന് പറയുന്നത്. ഇവരൊരല്പം ഓൾട്ടർ ചെയ്ത് അതിനകത്ത് വെറ്റിവർ ഇൻറ്റൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, വെറ്റിവർ അവർ കൂട്ടിയിട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്, രാമച്ചവി വെറ്റിവർ. പക്ഷേങ്കിൽ ഇത് കുറച്ചുകൂടെ എനിക്ക് മറ്റതാണ് ഇഷ്ടപ്പെട്ടത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കേട്ടോ. ഇതിഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ആ ഫ്ലാങ്കേഴ്സിൽ, ഇതിഷ്ടമുള്ള. എനിക്ക് ഇതിനേക്കാളും മറ്റതാണ് ഇഷ്ടപ്പെട്ടത്, ഒറിജിനലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം എല്ലാവർക്കും നന്ദി. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം അതുവരേക്കും സ്റ്റേ സേഫ്, ബൈ.